ദൂര സാധനങ്ങൾ താഴെ വിളമ്പണ്ടെന്നല്ലേ പറഞ്ഞു. ഇങ്ങനെയില്ലേ, ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ടുവരുമ്പോ ഒന്ന് പറഞ്ഞാച്ചാ മതി. വൈകിട്ട് കറികൾ അധികം തയ്യാറാക്കണം. പിന്നെ ഈ രാത്രിയിൽ ക്ഷമയുടെ നെല്ലിപ്പല അറ്റ് പോകാനായിട്ട് ഇരിക്കുമല്ലോ. നൈക്ക പിങ്ക് ഫ്രൈഡേ സെയില് ഞാൻ മേടിച്ച സാധനങ്ങളാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. അപ്പൊ അതിന്റെ കൂടെ ദുഃഖങ്ങളും സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞേക്കാം, പുതിയ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഉദ്ദേശിച്ചാണ് ഞാൻ പറയണത്. നമ്മുടെയൊക്കെ ആരോഗ്യം ചെറുപ്പത്തിലൊന്നുമല്ല. ആരടാ എന്തടാ നല്ല ചൂട് മധുരമില്ലാത്ത വട്ടയപ്പാല്ലേ. അത് വേറൊരു സാധനം ഉള്ളത് കൊണ്ടാണ് 2 പീസാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. മതി 2 പീസ് മതി. വേറൊരു സാധനം എന്നാന്ന് പറയാ, മേടിച്ചതാ ചാരിയേറ്റിലെ റോള. ഏഹേ അതുകൊണ്ട് എന്നാ അധികം വേണ്ടാട്ടോ, ഇത് കുറച്ച് കറി ഇട്ടാ മതി. കറി ഇച്ചിരി ഇടാം. ഞാൻ ഈ കറി മതി ഈ കറി തിരുമറിയിൽ ഇന്നാള് ചെന്നപ്പോ ഇനി വിടണ്ട ഇരുന്ന കറി പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാ. വർത്താനം പറഞ്ഞു തന്നാലേ അപ്പയ്ക്ക് ധൃതിയായി കാപ്പ് കുടിക്കാൻ. ഞാൻ ഓർത്തു അമ്മ ഇങ്ങനെ ഡ്രൈ ആക്കാറില്ല. അതില് നീ മേടിച്ചു വെച്ച പച്ച ഗ്രീൻ പീസ് ഇസ്കി ഇട്ടു. അതാണ് കളർ വ്യത്യാസം. ഞാൻ അതിന്റെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. പച്ച ഗ്രീൻ പീസ് ഒരു പ്രാവശ്യം ഒരു പാക്കറ്റ് മേടിച്ച് കറി ഉണ്ടാക്കാം. കാപ്പി വെക്കട്ടെ കേട്ടോ, കാപ്പി വെക്കട്ടെ. റോള് തരാട്ടോ. പിന്നെ ഇപ്പൊ റോള് വേണ്ട, റോള് നാളെ എടുത്താൽ മതി. കാപ്പി എല്ലാവർക്കും കാപ്പി വേണമല്ലോ. വേണം, തണുപ്പ് വരെ പറയും. അപ്പം കഴിക്കുവാണ്. എനിക്ക് വട്ടയപ്പം വിത്ത് ബീഫൊക്കെയാണ് ഇഷ്ടം. എന്നും പാലപ്പവും വെള്ളയപ്പവും ഞാൻ ഓർത്തിരിക്കുന്ന ന്യൂ ഇയറിന് നീ പറഞ്ഞ അപ്പം ചിക്കൻ ഓർ മട്ടൺ ഓർ ബീഫ്. ക്രിസ്മസിന് മധുരയില്ലാത്ത വട്ടയപ്പവും മിക്കവാറും ചിക്കൻ ആയിരിക്കും, അല്ലെങ്കിൽ ബീഫായിരിക്കും കേട്ടോ. ബീഫ് വെള്ളനായിരിക്കും. ഈ വട്ടയപ്പം കേമനാണല്ലോ, നല്ല രുചി. നല്ല രുചിയുണ്ടോ? കറി പക്ഷെ എനിക്ക് ബീഫാട്ടോ ഇഷ്ടം ഇതിന്റെ കൂടെ. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല രുചിയുണ്ട് ഈ വട്ടയപ്പത്തിന്. പീസ് കറി കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ബീഫാണ്. ഇല്ല അമ്മ അൺബോക്സ് ചെയ്ത് മടുക്കും. ആദ്യം വേഗം തന്നെ തുടങ്ങിക്കോ, ഇതായിട്ട് വേണമെങ്കിൽ തുടങ്ങിക്കോ. ഇങ്ങനെയില്ലേ, ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ടുവരുമ്പോ ഒന്ന് പറഞ്ഞാച്ചാ മതി. വൈകിട്ട് കറികൾ അധികം തയ്യാറാക്കണം. പിന്നെ എനിക്ക് ആ പരിപാടി ഒഴിവാക്കി. അലൂമിനിയം ഫോയിലൊക്കെ ആണല്ലോ, അപ്പൊ കണ്ടില്ലായിരുന്നു. അബാദിലെ വീറ്റ് പൊറോട്ടയാണ്. ലൈവ് ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? പക്ഷെ അവിടെ വീറ്റ് പൊറോട്ട ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം 40 രൂപയാ. ഇത്രയുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ എടുക്കുമ്പോഴേ പൊട്ടിക്കാം. അത് മതി, ഇപ്പോഴേ പൊട്ടിച്ച് ചൂടാറ്റി കളയണ്ട. 5 എണ്ണം എനിക്കൊന്നും മതി. ഞാൻ തിന്നാറില്ല, പക്ഷെ ഇതിങ്ങനെ അപൂർവം ഇതായത് ഞാൻ ഒരെണ്ണം തിന്നാന്ന് ഓർത്താ. അത് ബീഫ് പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പയ്ക്ക് ഇഷ്ടമുള്ള ലുലു മാളില് ഫിഷ് കറി. ആ ഫിഷ് കറിയില് ഗ്രേവിയാ കൂടുതല്. ഞാൻ പറഞ്ഞിട്ടാ അങ്ങനെ മതിന്ന്. 387 രൂപയാട്ടോ. 620 ഗ്രാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മീഡിയം സൈസ് പീസും ഒരെണ്ണം കുഞ്ഞു പീസും, ബാക്കി ഗ്രേവി ഇട്ടാ മതി ഞാൻ അവരോട് പറഞ്ഞു. അത് അപ്പൊ എപ്പോഴും പറയും കഷ്ണം അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, ഗ്രേവി ആണല്ലോ നമുക്ക്. അപ്പൊ ഇതിങ്ങനെ മാറ്റാം. മാറ്റി വെച്ചാൽ നനവുള്ളതല്ലോ, സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നനവുള്ള സാധനം വെക്കാനാണ് ന്യൂസ് പേപ്പർ നിരത്തി വെച്ചേക്കണം കേട്ടോ. ഇതിന്റെ കവറും നല്ലതാ, നല്ല കവർ. അബാദിന് പിന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഉണ്ടാവൂലേ. ഗ്രാൻഡ് ഹോട്ടല് അബാദ്, പിന്നെ ഏതാ അങ്ങനെ അങ്ങനെ ഫേമസ്. ഇത് ഗ്രാൻഡിലെ വേണോ? ഗ്രാൻഡിലെ ഒരു ദിവസം വേണം. പൊറോട്ടയല്ല, ക്രിസ്മസ് കഴിയട്ടെ. നമുക്ക് ഒരു ദിവസം അവിടെ പോയി അങ്ങ് കഴിക്കാം. ഒരു ദിവസം വൈകിട്ട് അങ്ങ് പോവുക, എന്നിട്ട് കഴിക്കുക. അതെ, പിന്നല്ല. ഇനി ഓരോന്നായിട്ട് എടുത്തോ. എന്തോരം സാധനങ്ങളാ.
ഇത് നിങ്ങൾക്കറിയാം, അതെ, വേസ്റ്റിന്റെ എന്റെ ഇടാനുള്ള ഡസ്റ്റ്ബിൻ ഗാർബേജ് ബാഗ്. ഇത് നമ്മുടെ ലെമൺ സിറപ്പ്, അത് നിങ്ങൾക്കറിയാം. അതെ, സ്ഥിരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്. ഇത് കൊറേ ഉണ്ടല്ലോ. കല്യാണിന്റെ കവറാ. കല്യാണിന്നാണോ? കല്യാണിന്നല്ല, അതൊക്കെ ലുലൂന്ന. അത് ചാട്ട് മസാല. അത് ഈ കോൺ മസാല സാലഡ് ഉണ്ടാക്കില്ലേ, കോൺ സാലഡ് ഉണ്ടാക്കുമ്പോ അതിനകത്ത് ആഡ് ചെയ്യാനാ. ഇത് അല്ല, ഇതിവിടെ വെക്കട്ടെ, നനവാന്നേ. ഇങ്ങനെ കാണിച്ചാ മതി. എനിക്ക് അതൊന്ന് എടുത്ത് വെച്ച് സെപ്പറേറ്റ് കാണിക്കാം. ചിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് സോസേജ്, അതും അബാദിന്റെയാണ്. ബ്രില്ലർ 249 രൂപയോളം വരും അതിന്. മിൽക്കി മിസ്റ്റ് പനീർ, അതെ, അതിന് 115 രൂപ. അതെ, ഒരു കാര്യം ചെയ്യാം, തണുത്ത സാധനങ്ങൾ ഇത് രണ്ടും കൂടെ ഇപ്പൊ തന്നെ അങ്ങ് വെക്കട്ടെ കേട്ടോ. ചേച്ചി വരാം, രാവിലെ അത് കഴിക്കാം. സോസേജ് ഇല്ല, ഓറഞ്ചാണോ? ഓറഞ്ചാ എനിക്ക് തോന്നി. ഏതായാലും ഇവിടെ അപ്പം മേടിച്ച ഓറഞ്ച് ഇരിപ്പുണ്ടോ? ഇത് വേറെ ഫ്രൂട്ട്സോ അമ്മ ഇങ്ങനെയാണോ അത് കട്ട് ചെയ്യണേ? ഒരുപാട് കവർ. ആ കവർ കളയണ്ടായിരുന്നു, എനിക്കതൊക്കെ ആവശ്യമുണ്ട്. അങ്ങനത്തെ കവർ കൂടി ഇരിപ്പുണ്ട്. എന്നാലും ഇതിങ്ങനെ കളയണ്ട. പിന്നെ ഈ രാത്രിയിൽ ക്ഷമയുടെ നെല്ലിപ്പല അറ്റ് പോകാനായിട്ട് ഇരിക്കുമല്ലോ. ഇത് എവിടത്തെയാ? അതൊക്കെ ലുലുന്ന് മേടിച്ചാ. പല കടകൾ നോക്കാൻ പറ്റില്ലല്ലോ. പീനട്ട് 200 ഗ്രാം മേടിച്ചു, ലാവിഷായിട്ട് കഴിക്കാൻ. ഞാൻ ആ കുപ്പിയിലിരുന്നില്ലേ, ഞാൻ കഴിച്ചത് കൊണ്ടാട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഇത് തൂക്കി മേടിക്കണല്ലേ, എത്ര വേണേലും നമുക്ക് മേടിക്കാം. ഇത് മുഴുവൻ ബില്ലാട്ടോ, നിറച്ച് രാത്രി. അപ്പൊ ഈ ലുലുന്ന് മേടിച്ചിട്ടില്ല ഈ വക ടോട്ടൽ ഐറ്റത്തിന്റെ കോസ്റ്റ് അറൌണ്ട് 1200 അടുത്ത് വരും കേട്ടോ. ഈ ടോട്ടൽ ഐറ്റം അറൌണ്ട് അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞ, കറക്റ്റ് ഞാൻ ഓർക്കണില്ല കേട്ടോ, പല ട്രിപ്പായിട്ടാ മേടിച്ചേ. അല്ല 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 ടോട്ടൽ കോസ്റ്റ് 1200 റൗണ്ട് വരും. ഇനി എടുക്കാൻ പോണത് സെപ്പറേറ്റ് ആട്ടോ, അത് ബേക്കേഴ്സിന്ന് മേടിച്ചതാ. അതെന്താന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. സണ്ണോ? സൺഫ്ലവർ ആണ്. സൺഫ്ലവർ അല്ല, പംകിൻ. നീ കാണിച്ച് അപ്പുറത്തെ വശം കാണിച്ചാൽ മതി. അതെ, പംകിൻ സീഡ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. നീ ഉപയോഗിക്കുന്നതാണല്ലോ അത്. ഒരെണ്ണം ഫ്ലാക്സ് സീഡ്. ഇതിന് ഇപ്പുറത്തെ വശം കാണിച്ച് വായിക്കട്ടെ. ഫ്ലാക്സ് സീഡ് എല്ലാം കാണിച്ചു തരാം. ഇത് ഇച്ചിരി കൂടി ഇരിപ്പുണ്ട്, കുറച്ചേ ഇരിപ്പുള്ളൂ. ഫ്ലാക്സ് സീഡ് നല്ലതാ, ഇത് പൊട്ടിക്കണ്ട. മറ്റേത് റോസ്റ്റ് തീർന്നിട്ട് മതി. ചെന്നപ്പോ അങ്ങ് മേടിച്ചതാ. അതാണ് അമ്മ പറഞ്ഞ സൺഫ്ലവർ സീഡ്. ഞാനില്ലേ, നീ റോസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോ എല്ലാം കൂടെ വാരിച്ചിട്ട് നല്ലതാ, തിന്നോ. പക്ഷെ കറക്റ്റ് അളവിൽ മാത്രമേ കഴിക്കാവൂ. ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കണം, നല്ലത്. സൺഫ്ലവർ സീഡ് പ്രോട്ടീൻ മിക്സ് ഉള്ള പേരില് ഇതെല്ലാം കൂടെ ചേർത്ത ഒരു സാധനം അവിടെ കിട്ടും ലുലുല്. ഇത് ഞാൻ ബേക്കേഴ്സിൽ മേടിച്ചത്, ടോയ്ലറ്റ് ടിഷ്യൂ. അതാണ് ബേക്കേഴ്സിലെ ഐറ്റംസ് കേട്ടോ. അതിൽ 200 എത്രയോ എമൗണ്ട് ഉള്ളൂ, അത്രേ സാധനത്തിന് 250 ആ റേഞ്ചാ. ഇനി ഓപ്പൺ ചെയ്യാൻ പോണ സാധനങ്ങള് നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലിൽ ഞാൻ മേടിച്ച സാധനങ്ങളാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കാര്യം ശരിയാണ്, ഓഫറിന് കിട്ടിയതാണ്. പക്ഷെ എക്സ്പയറി ഡേറ്റും ഒക്കെ അതൊക്കെ ഞാൻ നോക്കിയതാ. അല്ല, ഡേറ്റും ഒക്കെ ഉണ്ടാകും, ശരി തന്നെ. പക്ഷെ 2 ബോക്സ് ഇവിടെ ഇതിരിപ്പുണ്ട്. അല്ല, അത് തീർന്നു ഇവിടെ ഇരിക്കണോ? അല്ല, അത് ഇതിന്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കുഴപ്പമില്ല. ഇവിടെ ഇന്നാൾ ഇട്ടേച്ച് പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഒരുമിച്ച് വന്നിട്ട് ഞാൻ ഒരുമിച്ച് കാണിക്കാന്ന് ഓർത്തിട്ടാ, 2 ഷിപ്മെന്റ് ആയിട്ടാ വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചതാ. പിയേഴ്സ്, ഇത് പിയേഴ്സിന്റെ ഒരു ഔട്ട്ലെറ്റ് എന്റെ അഭിപ്രായം. കാരണം ഇത് പിങ്ക് ഫ്രൈഡേ സെയിലിൽ നല്ല ഓഫർ ആയിരുന്നു. മഞ്ജുവിന് സന്തൂർ സോപ്പ് ഇഷ്ടമായതുകൊണ്ട് വല്യപ്പ പണ്ട് മഞ്ജുവിന്റെ നിൽക്കുന്ന സമയങ്ങളിൽ വല്യപ്പ 3 എണ്ണം ഒരു പാക്കറ്റ് ആയിട്ട് വാങ്ങിച്ചോണ്ട് വരാം.
അപ്പൊ ഇവളെ എപ്പോഴും പറയും വല്യപ്പ മഞ്ജു ചേച്ചിക്ക് മേടിച്ചോളാം സന്തൂറാണ്. സന്തൂർ. ഞാൻ എപ്പോഴും അത് ഓർക്കും നീ പറയണത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ ഓഫർ പ്രൈസ് ഞാനിവിടെ ഇടാം കേട്ടോ. അതൊക്കെ ബോഡി ബട്ടറാ, അത് കോമ്പാക്ട്. നോക്കട്ടെ എടുത്ത് കാണിക്കാം. സ്ഥിരം ഉപയോഗിക്കുന്നത് അതൊക്കെ നല്ല ലാഭത്തിന് കിട്ടും. ശരിക്കും ഒറിജിനൽ പ്രൈസ് 600 സംതിങ്ങാ, എനിക്ക് കിട്ടിയത് 281 ആ റേഞ്ചിന്. അപ്പൊ പിന്നെ അത് മേടിക്കാണ്ടിരിക്കണ്ടല്ലോ. കോഫി ബോഡി ബട്ടർ ഇതും നല്ല ലാഭത്തിന് കിട്ടിയേ. നല്ല ബോഡി ബട്ടർ അത് 135 രൂപയ്ക്ക് കിട്ടിയ. ഒറിജിനൽ പ്രൈസ് 299 ആണോ? ഇപ്പൊ പിങ്ക് ഫ്രൈഡേയിൽ ഞാൻ മേടിച്ചതാ. വിന്റർ ആവുമ്പോ എന്തായാലും ബോഡി ബട്ടർ വേണം, അല്ലാതെ പറ്റൂല. ഞങ്ങളുടെ ഭാഷയിലാണ് മൊരി എന്ന് പറയുന്നത്. അത് ഹിമാലയയുടെ പ്യുവർ ഹാൻഡ് വാഷ്. പാത്രം കഴുകാനാണോ? ഹാൻഡ് വാഷ്, കൈ കഴുകാൻ നിനക്ക് ഉപയോഗിക്കാനായിട്ട് ഹാൻഡ് വാഷ് ഹിമാലയ. ഇപ്പൊ മേശപ്പുറം നിറച്ചുണ്ടല്ലോ സാധനങ്ങൾ. ഞാൻ വൈകുന്നേരം ആയപ്പോ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചു. എനിക്കറിയാൻ വരുമ്പോ ഒരു കെട്ടുണ്ടാവും, വീക്കെൻഡ് ആയതുകൊണ്ട്. ഇപ്പൊ മേശ നിറഞ്ഞു. അതെ, സന്തോഷായോ? സന്തോഷം ഇച്ചിരി കൂടുതലാ. അമിതമായാൽ അധികമായാൽ അമൃതം വിഷം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അധികമായാൽ ഒന്നും കൊള്ളൂല, പാകത്തിനായാൽ എന്നും നിലനിൽക്കും. ഇന്നാണ് എന്റെ കോട്ടതാണ്. പക്ഷെ ഇത് അധികം എന്ന് പറയാൻ പറ്റില്ല. ഓഫറിന് ഓഫർ വരുമ്പോ അതല്ലേ ലാഭം. എപ്പോഴും പിന്നെ ഡേറ്റ് നോക്കി മേടിക്കുന്നത് കൊണ്ട് സോപ്പ് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. പക്ഷെ ഞങ്ങളെ പോലെ ജീവിക്കുന്നവർക്ക് നിങ്ങൾക്കൊക്കെ പിന്നെ മന്ത്ലി ഇൻകം ഉണ്ട്. ജീവിക്കുന്ന ആൾക്കാർക്ക്, സാധാരണ നിലവാരക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ ധാരാളം. പിന്നെ ഇപ്പൊ ഓൺലൈൻ വഴിയുള്ള പരിപാടിയാകുമ്പോ ഇഷ്ടം പോലെ ഓഫറും സംഗതികളും വരുമ്പോ മേടിച്ചു വെക്കണം. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ അതിന് എനിക്ക് ഇതൊന്നുമില്ല, അഭിപ്രായങ്ങളൊന്നും. അത് സ്ഥിരം ഉപയോഗിക്കണല്ലേ, വേഗം തീരുകയും ചെയ്യും സോപ്പൊക്കെ. അപ്പൊ പിന്നെ അങ്ങനെ മേടിക്കണ നല്ല ഓഫർ പ്രൈസിനാണ് അത് കിട്ടിയത്. മനസ്സിലായി. MRP നല്ല റേറ്റ് വരും അതിന്റെ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് ഇതൊക്കെ വളരെ വിരളമാണ്. ഒരു ബിനി പിയേഴ്സ് സോപ്പ് മാത്രമായിരുന്നു ഉപയോഗിക്കുമായിരുന്നുള്ളൂ പണ്ട്. ഞാൻ ചോദിക്കാറില്ല ഏതാ ഉപയോഗിക്കണമെന്നുണ്ട്. എന്റെ സോപ്പ് ഏതാന്ന് അറിയാമോ? ഡെറ്റോൾ. അപ്പൊ ഇന്ന് ഹാപ്പി ആയോ? ഞാൻ എന്നും മിതമായി ഹാപ്പിയാണ്. പിന്നെ സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. അപ്പൊ അതിന്റെ കൂടെ ദുഃഖങ്ങളും സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടാവും. ചിലരുടെ വേർപാടുണ്ടാവും, ചില സന്തോഷങ്ങൾ വരും, ഒത്തൊരുമകൾ ഉണ്ടാവും, കൂട്ടായ്മകൾ ഉണ്ടാവും. എല്ലാത്തിലും ഒന്ന് യോജിച്ചു പോവുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ കാണിച്ച എല്ലാ സാധനത്തിന്റെയും അപ്രോക്സിമേറ്റ് ടോട്ടൽ റേറ്റ് ഒരു 2500-3000 ഇൻ ബിറ്റ്വീൻ വരും കേട്ടോ. ആ റേഞ്ചിലേക്ക് വരും കേട്ടോ. കാരണം പ്രൈസ് പലരും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞേക്കാം, പുതിയ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഉദ്ദേശിച്ചാണ് ഞാൻ പറയണത്. എപ്പോഴും നമ്മളിങ്ങനെ പറയുമ്പോൾ നേരത്തെ പറയുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയും ഇതെല്ലാം പൈസ കൊടുത്ത് തന്നെ മേടിക്കുന്നതാണ്, അല്ലാതെ നമുക്കൊന്നും കിട്ടണമല്ലാന്ന്. അല്ല, ഞങ്ങൾ പൈസ കൊടുത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നണേ, ഞങ്ങൾക്ക് ഉദവുമെങ്കിൽ മാത്രം ഞങ്ങൾ മേടിക്കണം, ഉപയോഗിക്കണം. അപ്പം ഞങ്ങൾക്ക് അതിന് വേറെ ബോധറേഷനൊന്നുമില്ല കേട്ടോ. ഞങ്ങളിത് മേടിച്ചു എന്ന് കരുതി ആരും ഇത് മേടിക്കണമെന്ന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉദവെങ്കിൽ നമ്മൾ മേടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകണില്ല. അത്രേ ഉള്ളൂ. അപ്പം വേറൊരു കാര്യം പറയട്ടെ, ഈ വീഡിയോയ്ക്ക് മുമ്പ് വരുമോ എന്നറിയില്ല. 2 ദിവസം മുമ്പ് ഞങ്ങൾ ബ്രോഡ്വേ വഴി ഷോപ്പിംഗ് പറയാനില്ല, 1 2 3 4 5 5 ഐറ്റം മേടിച്ചു. അതിലൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 അല്ലേ, 21 22 21 3 വർഷം LED സ്റ്റാർ മേടിച്ചത് ഞങ്ങൾ മുളന്തുരുത്തി ലോക്കൽ നമ്മൾ മേടിച്ചു. 3 വർഷം ഉപയോഗിച്ചു. ഈ വർഷം അപ്പം അത് ഫിക്സ് ചെയ്ത് വെച്ചു. 3-4 ദിവസം നല്ല ബ്രൈറ്റിൽ കത്തി. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് അങ്ങ് ഡിമ്മായി. പിന്നെ ഇല്ലേ 2 ദിവസമായിട്ട് കത്തണില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞെന്നറിയാമോ, നമ്മുടെയൊക്കെ ആരോഗ്യം ചെറുപ്പത്തിലൊന്നുമല്ല. ആരടാ എന്തടാ മധ്യവയസ്കരാകുമ്പോ കുറച്ചൊക്കെ ഒരു ഡൗൺ ആവും. ചിലർക്ക് ഊർജം കൂടും. അത് ഉദ്ദേശിച്ചത് ആരെയാ എനിക്കറിയാം. പക്ഷെ എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ ഊർജമില്ലെങ്കിലും ഞാൻ ഊർജമുള്ളതായിട്ട് ഭാവിക്കും. അങ്ങനെ മുന്നേറാൻ നോക്കും ഞാൻ. പിന്നെ കുറച്ചുകൂടെ പ്രായം വരുമ്പോൾ തീരെ ഡൗൺ ആവും എന്ന് പറഞ്ഞ പോലെ എന്നെ നമ്മൾ പറഞ്ഞു വന്നേ
അത് മാത്രം മറന്നുപോയി. സ്റ്റാർ മേടിക്കുന്ന സ്റ്റാറിന്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. വണ്ടി നിക്കാറാകുമ്പോൾ ഇടിച്ചു നിൽക്കും. അതുവരെ പതുക്കെ പതുക്കെ ജീവിച്ചു പോവുക. അപ്പൊ ഇന്ന് ഹാപ്പി ആയില്ലേ? എന്ന് ഹാപ്പിയാ. നമ്മുടെ പ്രസ് ക്ലബ് റോഡ് വഴി മേത്തർ ബസാറിൽ പോയി കുറെ ഇടി കൊണ്ട് കഴിഞ്ഞപ്പോ ഞാൻ മകളോട് പറഞ്ഞു, ഇനി ഞാൻ ഒരു സൈഡിൽ നിൽക്കാൻ പോയി മേടിച്ചോളാൻ പറഞ്ഞു. ഇനി മേടിച്ച സാധനങ്ങൾ നമുക്ക് അതിനകത്തുണ്ട്, നേരത്തെ പറയണ്ട, സസ്പെൻസ് അല്ല പറയുന്നില്ല. പിന്നെ ഒരുപാട് ഐറ്റം മേടിക്കൂല എന്ന് ഞാൻ പറഞ്ഞു. ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് പുതിയ ഐറ്റം മേടിച്ചു. അത് കുറച്ചൊക്കെ ഇവളാ മേടിച്ചത്. പിന്നെ സ്റ്റാർ ഞാൻ മേടിച്ചു. പിന്നെ ഇനി കുറച്ച് ഏതാണ്ടൊക്കെ മേടിക്കണമെന്ന് അവള് പറഞ്ഞു. അത് അവളോട് തന്നെ പോയി ഒന്ന് മേടിക്കാനും പറഞ്ഞു. അത് സസ്പെൻസ് പൊളിക്കണില്ല, അത് കാണിക്കാം. ഓരോന്നും ഡെക്കറേറ്റ് ചെയ്യാൻ നേരത്തെ എടുക്കുമ്പോ കാണിക്കാം. വരുന്ന ആഴ്ചയിൽ വരും ആ വീഡിയോ കേട്ടോ. നാളെ അപ്പയ്ക്ക്, അതായത് 7-ാം തീയതി ശനിയാഴ്ച അപ്പ സ്റ്റാർ തൂക്കാനായിട്ടാ ഇതിട്ടേക്കണൊക്കെ ഹാങ് ചെയ്ത് ഇന്നൊന്നോടെ പൊടി തപ്പി പഴയ സ്റ്റാർ മാറ്റി പുതിയത് നാളെ ഹാങ് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ അത് തൂക്കി കഴിഞ്ഞിട്ട് ലൈറ്റ് കത്തിക്കാം. LED തന്നെയാ പുതിയ. അത് നിങ്ങൾ കണ്ടല്ലോ, മേടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഹാപ്പി അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അങ്ങനെയാണ്. പിന്നെ നമുക്ക് പൊറോട്ട കഴിക്കുമ്പോ കാണാം. ഓക്കെ, ഒരു സോസേജ് ഇച്ചിരി ഒന്ന് കഴിച്ചാലോ? എനിക്ക് വയറ് ഇന്നലെ നടന്നൊക്കെ കഴിഞ്ഞിട്ടൊരു ഇതില്ല, വയറിന് രുചിയൊക്കെ കുറവാണ്. തിന്നാൻ പോവാ. അല്ലേലും അമ്മ സോസേജ് അങ്ങനെ കഴിക്കാറില്ല, താല്പര്യമില്ല അതാട്ടോ. അപ്പൊ ഗുഡ് മോർണിംഗ് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പൊ അതേ ബ്രേക്ക്ഫാസ്റ്റ് സോസേജ് ആണ് നമ്മളിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ നെയ്യിൽ വഴറ്റണേ ഉള്ളൂ കേട്ടോ. ഇത്തിരി പെപ്പർ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ സ്ലോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സ്ലോ കുക്ക് ചെയ്യാൻ. അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കുക്കാവില്ല. പെപ്പർ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൊടി പൊടി തോന്നിക്കുന്നത്. അപ്പം അതൊക്കെ കുക്ക് ചെയ്തെടുക്കണം, അപ്പോഴാണ് അതിന് ഉള്ളിലൊക്കെ കുക്കാവുള്ളൂ. അപ്പോൾ കുക്കായി തുടങ്ങി തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. നോക്കട്ടെ, ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ വീഡിയോ എടുക്കണോണ്ടാണ് ഇളക്കണ കാണാത്ത. ഞാനിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാനും സോസേജ് എടുക്കുവാണ്. ഞാനൊരു കട്ട സോസേജ് ഫാനാണ്, പക്ഷേ എപ്പോഴും ഒന്നും കഴിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും മാത്രമാണ് കഴിക്കാറുള്ളൂ. ഒരിത്തിരി ഇതിൽ മുക്കുക, കഴിക്കുക. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇറ്റ്സ് വെരി ടേസ്റ്റി. സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇത് കുക്ക് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചൂടായിട്ടേ അകത്തേക്ക് വേവില്ല. അപ്പോൾ വലുതാവുമ്പോഴേക്കും, വലിയ സോസേജ് ആകുമ്പോഴേക്കും സ്ലോ കുക്ക് ചെയ്തില്ലെങ്കിൽ അകത്തേക്ക് കയറാതെ വരും. അതല്ലാതെ അറിയാവുന്ന കാര്യമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് കഴിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി മോർണിംഗ്.